വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ വാഹന പ്രചാരണത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടസ്സമുണ്ടാക്കിയെന്ന് പരാതി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിച്ചെന്നാണ് ആരോപണം. വ്യാജ പ്രചാരണമെന്നാണ് ഡിവൈഎഫ്ഐ വിശദീകരണം നൽകുന്നത്. സൂര്യഗായത്രിയുണ്ട് കൊല്ലത്ത് നിന്ന്. സൂര്യഗായത്രി, എന്താണ് ഇങ്ങനെ ഒരു പരാതി ഉയരാനുള്ള അടിസ്ഥാനം? അതായത് ഈ ബിന്ദു കൃഷ്ണയുടെ വാഹന പ്രചാരണ ജാഥയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രചാരണവും അത് ഒരേ സ്ഥലത്ത് കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ടച്ചിറയിൽ വെച്ചാണ് ഇരു സംഘവും കണ്ടുമുട്ടിയത്. അതിനിടയിലാണ് നേരിയ തോതിലുള്ള ഒരു സംഘർഷം ഉണ്ടായതെന്നുള്ളതാണ്. അത് കാരണം ഏതുമില്ലാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ KSU പ്രവർത്തകർ പറയുന്നത്. അതേസമയം തന്നെ ആ വാദം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. പക്ഷെ വലിയ പ്രതിഷേധം ഈ വാഹന പ്രചാരണത്തിനിടയിൽ തന്നെ ബിന്ദു കൃഷ്ണ ഉയർത്തി എന്നുള്ളതാണ്. ഈ KSUവിന്റെ കൊടി നശിപ്പിച്ചു, അതുപോലെ തന്നെ KSU പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് പ്രവർത്തകർ പറയുന്നത്. ഇത് രാത്രിയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശരി, സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.